വന്നിട്ട് ഇപ്പൊ ഒരു അറൗണ്ട് 3 മാസമായിട്ടുണ്ട് ഇല്ലേ? A1 A2 ഇതിനിടയിൽ ഒരുപാട് തവണ നമ്മൾക്ക് പല പല പ്രശ്നങ്ങൾ വന്നു, ഹെൽത്ത് ഇഷ്യൂസ് വന്നു. നമ്മളതെല്ലാം ഓവർകം ചെയ്ത് ഇപ്പം A2വിന്റെ ഫൈനൽ സ്റ്റേജിൽ കോൺവൊക്കേഷന്റെ ടൈമിൽ നമ്മൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാങ്ങിച്ച് നിൽക്കുകയാണ്. ഓക്കെ, ഹൗ യു ഫീൽ ആക്ച്വലി? നമ്മളിപ്പോ ഡോക്ടർ ജർമ്മനിൽ വന്നത് മുതൽ നമുക്ക് ടോട്ടൽ ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നല്ലതാണോ ചീത്തയാണോ? വഴക്ക് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? വന്നപ്പോ എനിക്ക് നല്ല പേടിയുണ്ട്, ഇപ്പോഴും ഉണ്ട്. കിട്ടുമോ, എനിക്കിത് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. പഠിച്ചെടുക്കാൻ കുറച്ച് പാടാണ്, എങ്കിലും ട്രൈ ചെയ്താൽ കിട്ടാത്തതായിട്ടൊന്നും ഇല്ല. പിന്നെ A1 വെച്ചിട്ട് മൊത്തത്തിൽ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ്, മെന്റലി ഭയങ്കരമായിട്ട് ഡിപ്രഷനൊക്കെ. അപ്പോഴെന്നെ 2 പേരാണ് ബാംഗ്ലൂർ, വളരെ ഷെയർസോ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ വിളിച്ചിരുത്തി ഒത്തിരി സംസാരിച്ചു. അതെങ്ങനെയാണെങ്കിലും A2ന്റെ എക്സാമിന്റെ ഞാൻ പെട്ടെന്ന് തന്നെ ഷെർമിസ് വന്ന് ഷെർമിസിനെ കുറെ മോട്ടിവേറ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ അന്നത്തെ എക്സാം ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് ഷെർമിസാണ്. എനിക്ക് ഭയങ്കര ഫസ്റ്റ് എനിക്ക് നിർത്തി പോകണമെന്നുണ്ടായിരുന്നു. എനിക്കിങ്ങനെ മടുപ്പും കാര്യങ്ങളൊക്കെ എല്ലാവരുമായിട്ട് ഓക്കെ ആയി. റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ ജർമ്മൻ ലാംഗ്വേജ് എടുത്തതിലും ഡോക്ടർ ജർമ്മനിൽ വന്നതിലും? ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ജർമ്മൻ പഠിച്ചു കഴിഞ്ഞിട്ട് എത്ര നാളുകൊണ്ട് ആർദ്ര ജർമ്മനിയിൽ എത്തും? എത്ര നാളുകൊണ്ട്? എല്ലാം ദൈവത്തിന് ഏൽപ്പിച്ചു, ഞാനൊന്നും ഇല്ലദാസ എന്നുള്ളത്. ഓക്കെ, എനിവേ താങ്ക് യു ആർദ്ര, താങ്ക് യു സോ മച്ച്.